എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ 2000 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ ചിത്രം വീണ്ടും 4K റീമാസ്റ്റർ പതിപ്പിൽ റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായി മുന്നേറുന്ന സിനിമയാണല്ലോ ദേവദൂതൻ. ദേവദൂതൻ എന്ന സിനിമയുടെ 5 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും അതുപോലെ തന്നെ ദേവദൂതൻ എന്ന സിനിമ വീണ്ടും റിലീസിനെത്തി ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ആദ്യമേ തന്നെ ചിത്രത്തിന്റെ 5 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 5-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,75,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ ദേവദൂതൻ എന്ന സിനിമ വിദേശ രാജ്യങ്ങളിൽ പുതിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ദളപതി വിജയുടെ സിനിമയാണല്ലോ ഗില്ലി. ഗില്ലി എന്ന സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ ഫൈനൽ കളക്ഷൻ $25,000 ആയിരുന്നു. ആ ഒരു റെക്കോർഡ് ഇപ്പോൾ ദേവദൂതൻ എന്ന സിനിമ വെറും 3 ദിവസങ്ങൾ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ദേവദൂതൻ എന്ന സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം 3 ദിവസങ്ങൾ കൊണ്ട് $26,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും റിലീസിനെത്തി ഒരുപാട് റെക്കോർഡുകൾ വിദേശ രാജ്യങ്ങളെ മറികടന്നുകൊണ്ട് ഇപ്പോഴും മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ദേവദൂതൻ എന്ന സിനിമ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 6-ാം ദിവസമായി ഇന്നും ചിത്രത്തിന് എറണാകുളം ഭാഗത്തെല്ലാം തന്നെ ഫാസ്റ്റ് ലിങ്ക് ഷോകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ധനുഷിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ റായൻ. ധനുഷ് സംവിധാനം ചെയ്ത് ധനുഷ് നായകനായി ധനുഷിന് തന്നെ 5ാമത്തെ സിനിമ കൂടിയായ റായൻ എന്ന സിനിമയുടെ 5 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5 ദിവസങ്ങൾ കൊണ്ട് റായൻ എന്ന സിനിമ 3,80,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കർണാടകം ബോക്സ് ഓഫീസിൽ 6,20,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 8,85,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 ദിവസങ്ങൾ കൊണ്ട് 47 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 1,80,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം 5 ദിവസങ്ങൾ കൊണ്ട് ഓവർസീസിൽ നിന്ന് മാത്രം 27 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 ദിവസങ്ങൾ കൊണ്ട് 94,65,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. റായൻ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇന്നത്തെ കളക്ഷനോടുകൂടി ചിത്രം 100 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.